ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد المصطفى صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. والمنافقون والمنافقات بعضهم من بعض يأمرون بالمنكر وينهون عن المعروف ويقبضون أيديهم ونسوا الله ونسيهم إن المنافقين هم الفاسقون. സ്നേഹമുള്ള സത്യവിശ്വാസികളെ വിശ്വാസിനികളെ സഹോദരി സഹോദരന്മാരെ, സർവശക്തനായ അല്ലാഹു അവന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും സദാ നമ്മിൽ വർഷിക്കുമാറാവട്ടെ. അല്ലാഹുവിന്റെ വിധിവിലക്കുകളെയും നിയമനിർദ്ദേശങ്ങളെയും ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും അനുഷ്ഠിച്ചും പാലിച്ചും ജീവിക്കുവാൻ നാം ഓരോരുത്തരും പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. സർവശക്തനായ അല്ലാഹു അവന്റെ വിധിവിലക്കുകളെയും നിയമനിർദ്ദേശങ്ങളെയും അനുസരിച്ചും പാലിച്ചും ജീവിക്കുന്ന നല്ലവരായ വിശ്വാസികളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. കപടവിശ്വാസം പരലോകത്ത് വരുത്തിവെക്കുന്നത് വമ്പിച്ച ദുരന്തമായിരിക്കും. അതുകൊണ്ട് തന്നെ കപടവിശ്വാസത്തെ സൂക്ഷിക്കുകയും ഭയപ്പെടുകയും ശ്രദ്ധിക്കുകയും ചെയ്യണം എന്ന ശക്തമായ താക്കീത് പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. അറിഞ്ഞോ അറിയാതെയോ വിശ്വാസരംഗത്തും കർമ്മരംഗത്തും കാപട്യം വന്നു പോകുന്നത് വലിയ ഒരു പ്രശ്നവും പ്രതിസന്ധിയുമാണ്. ഇന്നൽ മുനാഫിഖീന ഫി ദർക്കിൽ അസ്ഫലി മിനൻ നാർ. കാരണം നരകത്തിന്റെ ഏറ്റവും അടിത്തട്ടിൽ ശിക്ഷിക്കപ്പെടുന്നത് തീർച്ചയായും മുനാഫിഖീങ്ങളായിരിക്കും എന്ന് പരിശുദ്ധ ഖുർആൻ ശക്തമായ നിലക്ക് നമുക്ക് താക്കീത് നൽകിയിട്ടുണ്ട്. വബശ്ശിറിൽ മുനാഫിഖീന ബിഅന്ന ലഹും അദാബൻ അലീം. വേദനാജനകമായ ശിക്ഷ കപടവിശ്വാസികൾക്ക് വരാനിരിക്കുന്നു എന്ന് അവർക്ക് സന്തോഷവാർത്ത അറിയിച്ചേക്ക് എന്ന് നമുക്ക് ഖുർആനിൽ കാണാം. വഅദല്ലാഹുൽ മുനാഫിഖീന വൽ മുനാഫിഖാത്തി നാറ ജഹന്നം. കപടവിശ്വാസികളായ പുരുഷന്മാർക്കും കപടവിശ്വാസികളായ സ്ത്രീകൾക്കും അല്ലാഹു വാഗ്ദാനം ചെയ്യുന്നത് നരകത്തിന്റെ ശിക്ഷയാണ്. ഖാലിദീന ഫീഹ, അവരതിൽ നിത്യവാസികളായിരിക്കും. വലഅനഹുമുല്ലാഹ്, അല്ലാഹു അവരെ ശപിച്ചിരിക്കുന്നു. വലഹും അദാബും മുഖീം, രക്ഷപ്പെടാൻ കഴിയാത്ത വിധത്തിലുള്ള ശിക്ഷ താമസ സ്ഥലമായി നരകത്തിൽ അവർക്ക് ലഭിക്കാൻ പോകുന്നു എന്ന് സൂറത്ത് തൗബയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹുവിന്റെ ശാപവും
നരകശിക്ഷയും നരകത്തിലെ ശാശ്വതത്വവും താക്കീത് ചെയ്യപ്പെട്ട തിന്മയാണ് കപടവിശ്വാസം എന്ന് നമ്മൾ മനസ്സിലാക്കണം. കപടവിശ്വാസത്തിന്റെ പ്രത്യേകത വാക്കും പ്രവൃത്തിയും വൈരുദ്ധ്യമായി, രഹസ്യവും പരസ്യവും പൊരുത്തപ്പെടുകയില്ല. അത്തരം കാപട്യം നമ്മുടെ ജീവിതത്തിൽ വന്നു പോകുന്നതിനെ തൊട്ട് ശക്തമായ ജാഗ്രത നമുക്കുണ്ടാവും. കപടവിശ്വാസത്തെ പ്രാമാണികമായി പണ്ഡിതന്മാർ വിശദീകരിച്ചത് രണ്ട് നിലക്കാണ്. ഒന്ന് അന്നിഫാഖുൽ അസ്ഗർ, മറ്റൊന്ന് അന്നിഫാഖുൽ അക്ബർ. ചെറിയ കാപട്യവും വലിയ കാപട്യവും. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ നിഫാഖു അമലി വനിഫാഖു ഇഅ്തിഖാദി. കർമ്മരംഗത്ത് കാണപ്പെടുന്ന കാപട്യവും വിശ്വാസരംഗത്ത് കാണപ്പെടുന്ന കാപട്യവും. ഇതിലൊരാളുടെ അടുത്ത് കർമ്മരംഗത്തുള്ള കാപട്യം സംഭവിച്ചു പോയാൽ അത് അയാളുടെ വിശ്വാസത്തിന്റെ പൂർണ്ണതയെ ബാധിക്കുന്നതാണ്. അതോടൊപ്പം അയാൾ ചെയ്യുന്ന ആ കർമ്മം സ്വീകരിക്കപ്പെടാതിരിക്കുവാൻ കാരണമാകുന്നതാണ്. എന്നാൽ അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവുകയില്ല. വിശ്വാസരംഗത്ത് കാണപ്പെടുന്ന കാപട്യം അയാൾ ഇസ്ലാമികമായ പരിധിക്ക് പുറത്താണ്. യഖ്റുജു അനിൽ മില്ല, ഇസ്ലാം എന്ന മതത്തിൽ നിന്ന് അയാൾ ഔട്ടായി. അതുകൊണ്ട് തന്നെ ഈ രംഗത്ത് ശക്തമായ ജാഗ്രത പുലർത്തിയിരുന്നു സ്വഹാബത്ത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഹുദൈഫത്തുൽ യമാനിയുടെ അടുക്കൽ വന്ന് അല്ലാഹുവിന്റെ റസൂല് താങ്കൾക്ക് കപടവിശ്വാസികളുടെ ലിസ്റ്റ് നൽകിയിട്ടുണ്ട്, ആ കൂട്ടത്തിൽ എന്റെ പേരുണ്ടോ എന്ന് ചോദിക്കുന്നു. ഞാനിത് ആരോടും വെളിപ്പെടുത്താൻ ഉദ്ദേശിച്ചതല്ല, പക്ഷെ താങ്കളെ പോലെ ഒരാളോട് ഞാനിത് പറയാതിരിക്കാൻ പറ്റില്ല. താങ്കളുടെ പേര് അതിലില്ല. പക്ഷെ ഉമർ റളിയല്ലാഹു അൻഹു ഭയപ്പെട്ടതെന്താ? കപടവിശ്വാസികളുടെ കൂട്ടത്തിൽ ഞാൻ പെട്ടുപോയിട്ടുണ്ടോ എന്നുള്ളതാണ്. ഹസനുൽ ബസ്രി റഹ്മഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹം പറയാൻ മാ അമിനഹു ഇല്ല മുനാഫിഖ്. കപടവിശ്വാസത്തെ കുറിച്ച് നിർഭയനായി ജീവിക്കുന്നത് കപടവിശ്വാസിയായിരിക്കും. വമാ ഖാഫഹു ഇല്ല മുഅ്മിൻ. കപടവിശ്വാസത്തെ പേടിക്കുന്നവൻ സത്യവിശ്വാസിയായിരിക്കും. അപ്പൊ തന്റെ വിശ്വാസത്തിലും പ്രവൃത്തിയിലും കാപട്യം വന്നു പോകുന്നുവോ എന്ന് പേടിക്കുന്നത് മുഅ്മിനീങ്ങളുടെ അടയാളമാണ്. എന്നാൽ അതൊന്നും പരിഗണിക്കാതെ, അതിലൊന്നും ശ്രദ്ധിക്കാതെ നിർഭയനായി ജീവിക്കുന്നവനാണ് കപടവിശ്വാസി എന്നാണ് ഹസനുൽ ബസ്രി റഹിമഹുല്ലാഹ് വിശദീകരിക്കുന്നത്. സ്വഹാബത്തിന്റെ ഒരു പ്രാർത്ഥന കാണാം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഖുശൂഇൻ നിഫാഖ്. കപടവിശ്വാസത്തിന്റെ അല്ലെങ്കിൽ കാപട്യത്തിന്റെ ഭക്തി, അതിൽ നിന്ന് പടച്ചോനെ ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു എന്ന്. അയ്യുറൽ ബദന ഖാശിഅൻ വലൈസൽ ഖൽബു ഖാശിഅൻ. അയാളുടെ തടി, ശരീരം കൊണ്ട് അയാൾ ഭയങ്കര ഭക്തി പ്രകടിപ്പിക്കുന്നുണ്ടാവും, പക്ഷേ മനസ്സിലൊരല്പം പോലും ഭക്തി ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ തടി ഭക്തി പുലർത്തുകയും കൽബിൽ ഭക്തിയില്ലാത്തൊരവസ്ഥയിൽ നിന്ന് പടച്ചവനെ ഞാൻ നിന്നോട് കാവൽ തേടുന്നു എന്ന് തേടിയവരും പ്രാർത്ഥിച്ചവരുമാണ് പൂർവ്വകാല സലഫുകൾ. ഖൈറു ഉമ്മ, ഏറ്റവും നല്ല ഉമ്മത്തിൽപ്പെട്ടിട്ടുള്ള ആളുകൾ. അതുകൊണ്ട് തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം കപടവിശ്വാസം എന്ത് എന്ന് പഠിക്കുകയും അതിൽ നിന്ന് ജാഗ്രത പുലർത്തുകയും ചെയ്യേണ്ടതുണ്ട്. വിശ്വാസരംഗത്ത് കാണപ്പെടുന്ന കാപട്യത്തെ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മഹുല്ലാഹും ശൈഖ് മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഖാബ് റഹ്മഹുല്ലാഹും വിശദീകരിക്കുന്നത് കാണാൻ സാധിക്കും പ്രാമാണികമായി. ആ കപടവിശ്വാസം ജീവിതത്തിൽ വന്നവർ ഏറ്റവും കൂടുതൽ പേടിക്കേണ്ടതാണ്. കാരണം ഇന്നൽ മുനാഫിഖീന ഹുമുൽ ഫാസിഖൂൻ, അവർ തെമ്മാടികളാണ്, അധർമ്മികളാണ് എന്നാണ് ഖുർആൻ അവരെ കുറിച്ച് സാക്ഷ്യപ്പെടുത്തിയത്. അതുകൊണ്ട് അത് ഭയപ്പെടണം. ഒന്ന് തക്ദീബുർ റസൂലാണ്, അല്ലാഹുവിന്റെ റസൂലിനെ കളവാക്കുക. ആ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ എങ്ങനെയാണ് കളവാക്കുക എന്ന് പറഞ്ഞാൽ പ്രവാചകന്റെ നബുവത്തിനെ അംഗീകരിക്കാതിരിക്കുക. അള്ളാഹുവിന്റെ പ്രവാചകനാണെന്ന് മനസ്സുകൊണ്ട് ഉള്ളുകൊണ്ട് സമ്മതിക്കാതിരിക്കുക.
മറ്റൊന്ന് തക്ദീബ് ബഅദി മാ ജാഅ ബിഹി റസൂൽ, റസൂലുള്ളാഹി കൊണ്ടുവന്ന ചിലതിനെ കളവാക്കുക. എല്ലാം കളവാക്കണമെന്നില്ല. അപ്പൊ തുഅ്മിനൂന ബിബഅദിൽ കിതാബ് വ തക്ഫുറൂന ബിബഅദ്. തനിക്ക് പറ്റുന്നതൊക്കെ ദീനിൽ നിന്ന് സ്വീകരിക്കുകയും തനിക്ക് പരിക്കുണ്ടാക്കുന്നു എന്ന് ഭൗതികമായി തോന്നുന്നതിനെ കൈയൊഴിയുകയും ചെയ്യുന്ന ആളുകളെ കാണാം. അത്തരം മനുഷ്യർ ദീനിന്റെ വക്കത്ത് ഓരത്ത് നിന്ന് അള്ളാഹുവിന്റെ ദീനിനെ സ്വീകരിക്കുന്നവരും പൂർണ്ണമായി ഇസ്ലാം ദീനിലേക്ക് പ്രവേശിക്കാത്തവരുമാണ്. അവരുടെ ജീവിതത്തിൽ ഇസ്ലാമിലെ പലതിനെയും അവർ നിഷേധിക്കുന്നവരും സമ്മതിക്കാത്തവരുമാണ്. അത്തരം സ്വഭാവങ്ങൾ 916 കാപട്യമാണ് എന്നത്. മറ്റൊന്ന് ബുഗ്ദുർ റസൂൽ, അല്ലാഹുവിന്റെ റസൂലിനോട് വ്യക്തിപരമായി വെറുപ്പ്, ഇഷ്ടക്കേട്. നമ്മളിങ്ങനെ ഒരുമിച്ച് ജീവിക്കുമ്പോ നമ്മുടെ ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടുകൂടാത്തവരും ഇഷ്ടമില്ലാത്തവരും ഉണ്ടാവും. അത്തരം ഒരു അവസ്ഥയും മനസ്സും അല്ലാഹുവിന്റെ റസൂലിനോട് ഉണ്ടെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വ്യക്തിപരമായി ഒരു വെറുപ്പ്, ദേഷ്യം മനസ്സിൽ എന്തെങ്കിലും ഒരു നബിയെ കുറിച്ച് ഒരു തെറ്റായ ചിന്ത മനസ്സിൽ വന്നാൽ മതി, അയാൾ കപടവിശ്വാസിയായിത്തീരും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൂര്യൻ അസ്തമിച്ച് ഇരുട്ട് പരന്ന് തുടങ്ങുന്ന സമയത്ത് അദ്ദേഹം തന്റെ ഇണയോടൊപ്പം ഇങ്ങനെ നടന്നു പോയപ്പോ അവിടെ ഉണ്ടായിരുന്ന ചിലർ നബി എങ്ങനെ ശ്രദ്ധിക്കുന്നത് കണ്ടപ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ അടുത്തേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു, എന്റെ ഭാര്യ, ഞാൻ എന്റെ ഭാര്യയുടെ കൂടെയാണ് പോകുന്നത്. ആ ഹദീസിന്റെ ശറഹ് വായിച്ചു നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, അവരുടെ ഹൃദയത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഏതൊരു പെണ്ണിന്റെ കൂടെയാണ് നബി ഈ നേരത്തെ നടന്നു പോണത് എന്ന ഒരു ചിന്ത കയറിയാൽ അത് അവരുടെ വിശ്വാസത്തെ ബാധിക്കുന്നു. അത്രത്തോളം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ വ്യക്തിപരമായി നബിയോട് ഒരു ഉറപ്പോ ഒരു വെറുപ്പോ ഒരു ഇഷ്ടക്കേടോ മനസ്സിൽ തോന്നിയാൽ അത് വിശ്വാസ കാപട്യത്തിന്റെ ഭാഗമാണ്. മറ്റൊന്ന് ബുഗ്ദ് ബഅദി മാ ജാഅ ബിഹി റസൂൽ, റസൂലുള്ളാഹി കൊണ്ടുവന്ന ചിലതിനെ വെറുക്കുക. എല്ലാം വെറുക്കണമെന്നില്ല, ചിലത് ഇഷ്ടമല്ല, ചിലത് സമ്മതിച്ചു കൊടുക്കുക. ചില മനുഷ്യന്മാര് സമൂഹത്തിൽ നമുക്ക് കാണാം, എനിക്ക് നബി പറയുന്നത് എന്റെ ബുദ്ധിക്ക് മനസ്സിലാകുന്നില്ല, യുക്തിക്ക് യോജിക്കുന്നില്ല, ഇതിന്റെ ഒരു ലോജിക്ക് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇതൊക്കെ പറഞ്ഞ അന്ധവിശ്വാസമാവൂല. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞ ചില വാക്കുകളെ ഇത് ഖുർആനിനെതിരായ ഹദീസാണ്. ഇങ്ങനത്തെ ഒരു മാനസികാവസ്ഥയിൽ പ്രവാചക തിരുമേനി കൊണ്ടുവന്ന വഹയിനോട് ഒരു നീരസം, ഒരു ഇഷ്ടക്കേട്, ഖുർആൻ പറഞ്ഞു, അള്ളാഹു അവതരിപ്പിച്ചു കൊടുത്തതിനോട് ഒരു വെറുപ്പ് ഹൃദയത്തിൽ സൂക്ഷിച്ചാൽ, അതിനോടൊരു ഇഷ്ടക്കേട് മനസ്സിൽ തോന്നിയാൽ, അങ്ങനത്തെ ചില മനുഷ്യന്മാരുണ്ട്. ഇസ്ലാമിന്റെ ഈ ഒരു അനന്തരാവകാശ നിയമത്തിന്റെ ഈ ഒരു ഏരിയയെ ഞാൻ സമ്മതിക്കുന്നില്ല. ഇസ്ലാം പറഞ്ഞ ഈ വസ്ത്രധാരണത്തോട് എനിക്ക് യോജിപ്പില്ല. ഇസ്ലാം പറഞ്ഞ ഈ ഒരു രീതിയോട്, സംസ്കാരത്തോട് എനിക്കൊരു വിയോജിപ്പില്ല. അതൊന്നും ഈ കാലഘട്ടത്തിൽ അതൊക്കെ പഴഞ്ചനാണ് എന്നൊരുത്തരുടെ കൽബിൽ വന്നാൽ മതി, അവരുടെ അമലുകളൊക്കെ പൊളിഞ്ഞു പോവുകയും അവർ വിശ്വാസത്തിന് ശേഷം അവിശ്വാസം സ്വീകരിച്ചവരാണ് എന്നതാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു അവതരിപ്പിച്ച നിയമങ്ങളോട് വെറുപ്പ് തോന്നുക എന്നത് പാടില്ലാത്തതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഒരു അൻസ്വാരിയായ മനുഷ്യൻ, അയാള് ഒരിക്കലൊരു ജൂതനുമായി തർക്കത്തിലാണ്. അപ്പൊ ജൂതനുമായി തർക്കത്തിലായപ്പോ തെറ്റ് അൻസ്വാരിയായ ആ മനുഷ്യന്റെ കയ്യിലാണ്. അതുകൊണ്ട് തന്നെ ഇതുമായി റസൂലുള്ളാഹിയുടെ അടുത്ത് വിധി തേടി ചെന്നാല് നബി തനിക്ക് പ്രതികൂലമായി വിധിക്കും. അതുകൊണ്ട് തന്നെ ഒരു ജൂതന്റെ അടുക്കലേക്ക്, അവരിലെ കൂട്ടത്തിലെ പണ്ഡിതന്റെ അടുക്കലേക്ക് മതവിധിയും തേടി പോകും. ആ സമയത്ത് പരിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ച സൂറത്തുൻ നിസായിലെ ഒരു വചനമുണ്ട്. അവിടെ അള്ളാഹു പറയുന്നുണ്ട്, റസൂലെ താങ്കളുടെ അടുത്ത് വന്ന് മാപ്പ് ചോദിച്ചു. ചില പുരോഹിതന്മാർ ദുർവ്യാഖ്യാനിച്ചൊരു വചനമാണ്. ആ വചനത്തെ അങ്ങയുടെ അടുക്കൽ വന്നവരെയാളും മാപ്പ് ചോദിച്ചിട്ടില്ലെങ്കിൽ വേദനാജനകമായ ശിക്ഷ അത്തരം ആളുകൾക്കുണ്ടെന്നാണ്. ഈ സംഭവം, ഈ ഒരു സംഭവത്തോടനുബന്ധിച്ചാണ് ആ ആയത്തിറങ്ങുന്നത്.
വഇദാ ഖീല ലഹും തആലൂ ഇലാ മാ അൻസലല്ലാഹു വഇലാ റസൂൽ, അല്ലാഹു അവതരിപ്പിച്ചതിലേക്കും റസൂലുള്ളാഹി അവതരിപ്പിച്ചതിലേക്കും നിങ്ങൾ വാ, നബി പഠിപ്പിച്ചതിലേക്ക് വാ എന്ന് പറഞ്ഞാൽ റഅയ്തൽ മുനാഫിഖീന, കപട വിശ്വാസികളെ നിനക്ക് കാണാം, യസുദ്ദൂന അൻകും സുദൂര, അങ്ങയിൽ നിന്ന് മാറിപ്പോണം. ഇസ്ലാമിക നിയമം അത് സ്വീകരിക്കുന്നതിന് പകരം കുതന്ത്രത്തിന്റെ ഭൗതിക നിയമത്തെ തേടിപ്പോകുന്ന ആളുകൾ നമ്മുടെ കാലഘട്ടത്തിൽ നിന്നും അത് കാണാം. സ്വത്ത് തർക്കത്തിന്റെ വിഷയം വന്നാൽ, കക്ഷി വഴക്കുകൾ വന്നാൽ, വൈവാഹിക ജീവിതത്തിലെ വല്ല പ്രശ്നങ്ങളും വന്നാൽ, ഇവിടെ ധാരാളം അള്ളാഹുവിന്റെ ദീന് പറഞ്ഞ ഒരു ജീവനാംശമുണ്ട്, അള്ളാഹുവിന്റെ ദീന് പഠിപ്പിച്ച ഒരു വിവാഹമോചനത്തിന്റെ നിയമമുണ്ട്. പക്ഷെ അതിലൂടെ പോയാൽ കിട്ടുന്നത് കുറവായി. അതുകൊണ്ട് തന്നെ ഭൗതികമായ കോടതികളെ സമീപിച്ച്, ജുഡീഷ്യറികളെ സമീപിച്ച്, കള്ളക്കേസുകൾ കൊടുത്ത്, നിയമവിദഗ്ധരായ വക്കീലന്മാരെ ആശ്രയിച്ച് വമ്പിച്ച സ്വത്ത് കൈക്കലാക്കാൻ അള്ളാഹുവിന്റെ നിയമത്തിന് പുറമെ മറ്റുള്ളതിന്റെ പിന്നാലെ പോകുന്ന ആളുകളെയും അങ്ങനെ വലിയ സ്വത്ത് തട്ടിയെടുക്കാനുള്ള കുതന്ത്രക്കാരെയും നമുക്ക് കാണാം. അൻസ്വാരികളുടെ കൂട്ടത്തിൽപ്പെട്ട ഈ മനുഷ്യൻ ജൂതനുമായുണ്ടായ തർക്കത്തിൽ തനിക്ക് പ്രതികൂലമാകുകയോ കുറഞ്ഞു പോവുകയോ ചെയ്യും എന്ന് കണ്ടപ്പോ മറ്റൊരു വിധിയെ തേടി പോകുന്ന ഈ പ്രവണതയാണ് അവരോട് നിങ്ങൾ വരേണ്ടത് അള്ളാഹു അവതരിപ്പിച്ചതിലേക്കാണ്, നിങ്ങൾ സ്വീകരിക്കേണ്ടത് അള്ളാഹു അവതരിപ്പിച്ചതാണ്. നിങ്ങൾക്ക് എന്ത് തർക്കമുണ്ടായാലും നിങ്ങൾ പരിമിതപ്പെടേണ്ടത് ദീനുൽ ഇസ്ലാമിന്റെ അധ്യാപനത്തിലാണെന്ന് പറഞ്ഞാൽ മുനാഫിക്കുകൾ താങ്കളിൽ നിന്ന് അള്ളാഹു അവതരിപ്പിച്ചതിൽ നിന്ന് വഴിമാറിപ്പോവുകയും അതിന് മറ്റൊരു വിധി തേടി പോവുകയും ചെയ്യുന്നതായി നിനക്ക് കാണാൻ സാധിക്കുമെന്നാണ് അള്ളാഹു പരിശുദ്ധ ഖുർആനിലൂടെ ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ കപടവിശ്വാസത്തിന്റെ ഒരു ഭാഗമാണ് അള്ളാഹു റസൂലും അവതരിപ്പിച്ച് തന്നതിൽ വിമ്മിഷ്ടവും ഇഷ്ടക്കേടും മനസ്സിൽ വരികയും എന്നിട്ട് മറ്റു ചിലതിനെ ആശ്രയിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത്. മറ്റൊന്ന് അൽ മസറത്തു റസൂൽ, ഇസ്ലാമിനും മുസ്ലിമീങ്ങൾക്കും അടികിട്ടുമ്പോ, അവർ പരാജയപ്പെടുമ്പോ, അവർ പ്രതിസന്ധികൾ അനുഭവിക്കുമ്പോ ഉള്ളുകൊണ്ട് സന്തോഷിക്കുന്ന ഒരു മനസ്സ് മാപ്പിളാർക്ക് അത് കിട്ടേണ്ടതാണ്. ഇസ്ലാം ദീനിന് എന്തെങ്കിലും ഒരു പ്രതിസന്ധി അനുഭവിക്കുന്ന സമയത്ത് ഉള്ളുകൊണ്ട് ഊറ്റം കൊള്ളുകയും ശത്രുപക്ഷത്ത് രാജിയാവുകയും മുസ്ലിമീങ്ങളെയും ഇസ്ലാമിനെയും ഒറ്റുകൊടുക്കുകയും ചെയ്യുന്ന ചില ആളുകളെ സമൂഹത്തിൽ നമുക്കൊന്നും കാണാം. പ്രത്യക്ഷമായി അല്ലാഹു പരിശുദ്ധ ഖുർആനിലൂടെ നിങ്ങളോട് വൈര്യം പുലർത്തുന്നവരോട് അതിനനുസരിച്ചുള്ള അകലം പാലിക്കണമെന്ന് ചില ആളുകളുടെ വിഷയത്തിൽ അല്ലാഹു ശക്തമായി ജാഗ്രത നൽകിയിട്ടുണ്ട്. എന്നാൽ സമുദായത്തെ ഒറ്റുകൊടുക്കുകയും മറ്റുള്ളവരുടെ ശത്രുക്കൾ എന്ന് ഖുർആൻ പ്രവർത്തനം കൊണ്ടും അവരുടെ ചെയ്തികൾ കൊണ്ടും മുസ്ലിമീങ്ങളെ ജാഗ്രത പുലർത്തണമെന്ന് പറഞ്ഞ ആളുകളിൽ നിന്ന് അകലം പാലിച്ച സമുദായത്തിന്റെ കൂടെ നിൽക്കുന്നതിന് പകരം സമുദായ ശത്രുക്കൾക്ക് രാജിയാവുകയും ഒറ്റുകൊടുക്കുകയും ചെയ്യുന്ന ചില ഒറ്റുകാരെ നമുക്ക് കാണാൻ സാധിക്കും. അത്തരക്കാരായ ആളുകൾ നരകത്തിന്റെ അടിത്തട്ടിൽ ശിക്ഷിക്കപ്പെടുന്നവരാണ് എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അത് കപടവിശ്വാസമാണ്, അത് കാലുവാരലാണ്, അത് കൂറുമാറലാണ്, അത് ഏതൊരു രംഗത്തും വിശ്വാസി പാലിക്കേണ്ടതുമാണ്. ഇസ്ലാമിന് പരിക്കുണ്ടാക്കുന്ന, വിശ്വാസ രംഗത്ത് പരിക്കുണ്ടാക്കുന്ന, ഇസ്ലാമിനെ ഓരോ നിമിഷവും ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്ന ആളുകളുടെ കൈകളിലെ കോടാലികളായി സമുദായം മാറാൻ പാടില്ല എന്നത് ഈ രംഗത്ത് എന്തുകൊണ്ട് എന്നതിന് കൃത്യമായ വെളിച്ചം നൽകുന്നതാണ്. സമുദായത്തിന്റെ കൂടെ യുദ്ധത്തിന് പോവുകയും എന്നിട്ട് നിർണായക നിമിഷത്തിൽ അവിടെ നിന്ന് ഒളിച്ചോടുകയും ചെയ്ത് സമുദായത്തെ പ്രതിസന്ധിയുടെ വക്കിൽ ഒറ്റക്കിട്ടു പോകുന്ന സ്വഭാവം അത് മുനാഫിക്കുകളുടേതാണ് എന്ന് പരിശുദ്ധ ഖുർആൻ യുദ്ധരംഗത്തടക്കം നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്ത് പരീക്ഷണങ്ങളുണ്ടെങ്കിലും അവിടെ ഒരു ഒറ്റക്കെട്ടിന്റെ മാനസികാവസ്ഥ, ദീനിന് പരിക്കില്ലാത്ത നിലപാട്, ദീനിന് നിലനിൽക്കാനുള്ള സാഹചര്യത്തെ അനുകൂലമാക്കാനാണ് ഒരു വിശ്വാസം ഏത് രംഗത്തും ദീനിനോട് പ്രതിബദ്ധതയും ഉണ്ടെങ്കിൽ ചെയ്യേണ്ടത്. ആരാ പൈസ തരുന്നത്, ആരാ പണം വീടാക്കി തരുന്നത്, ആരാ വീട് വെച്ച് തരുന്നതെന്ന് നോക്കിയിട്ടല്ല, ഭൗതികമായ ലക്ഷ്യങ്ങളും ഭൗതികമായ നേട്ടങ്ങളും ലഭിക്കുന്നതിനനുസരിച്ചല്ല ഒരു മുസൽമാൻ
ദീനിനെ സ്വീകരിക്കേണ്ടത്. അവിടെ ദീനിനെ നിലനിൽക്കാനുള്ള ഒരു സാഹചര്യത്തെയാണ് ഒരു വിശ്വാസി തന്റെ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കേണ്ടത്. അല്ലാത്തൊരു കാപ്പറ്റ്യമാണ് എന്നും സമുദായത്തിന് കൂടുതൽ പരിക്കുണ്ടാക്കുന്ന സമീപനങ്ങൾ പാടില്ല എന്നും നമുക്ക് ഇസ്ലാം പഠിപ്പിച്ചു നൽകുന്നുണ്ട്. ഏതൊരു കാലഘട്ടത്തിലും ഇത് പാലിക്കാനുള്ളതാണ്. മറ്റൊന്ന് അൽ കറാഹിയത്തുൽ ഇൻതിസാരി ദീനിർ റസൂൽ, ഇസ്ലാം ദീനിനെ സഹായിക്കാനുള്ള വിമുഖത. അതിൽ നിന്നൊക്കെ മുസ്ലിമാണെന്ന് പറയുന്നതൊക്കെ ഒരു അപമാനമായിട്ട് കാണും. എന്ന് മാത്രമല്ല, ദീനുൽ ഇസ്ലാമിനെ സഹായിക്കേണ്ട സാഹചര്യങ്ങളിൽ അത്തരം ആളുകൾ പുറകോട്ട് പോകുന്ന സാഹചര്യങ്ങളുണ്ട്. ഇപ്പൊ പരിശുദ്ധ ഖുർആൻ തന്നെ മുനാഫിഖുകളുടെ സ്വഭാവത്തെ എടുത്തു പറയുന്ന ചില സ്വഭാവങ്ങളുണ്ട്. അതായത് അവരെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, അവരോട് വൽ മുനാഫിഖീന വൽ മുനാഫിഖാത്ത്, സത്യവിശ്വാസികളായ സ്ത്രീ പുരുഷന്മാർ അവർ ബഅ്ളുഹും മിൻ ബഅ്ദ്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തയ്യപ്പാണ്. കപടവിശ്വാസികൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കും. പക്ഷെ ഏതർത്ഥത്തിലാ സഹായിക്കുക? യൗമുറൂന ബിൽ മുൻകരി, തിന്മ കൽപ്പിക്കുക. അപ്പൊ നമ്മളൊക്കെ ജീവിതത്തിൽ നിലപാട് സ്വീകരിക്കുന്നിടത്ത് കാപ്പറ്റ്യം വന്നു പോകുമ്പോൾ നമ്മൾ ഭയപ്പെടേണ്ട രേഖകളാണ്. അതായത് തിന്മ കൽപ്പിക്കുന്നവരായി, തിന്മയെ പ്രൊമോട്ട് ചെയ്യുന്നവരായി കാണപ്പെടുന്നത് കപടവിശ്വാസികളായിരിക്കും. വയൻഹൗന അനിൽ മഅറൂഫ്, നന്മയുടെ വഴിമുടക്കികളായി ജീവിതത്തിൽ പെരുമാറുന്നത് മുനാഫിഖുകളായിരിക്കും. വയഖ്ബിലൂന ഐദിയഹും, അവരുടെ കൈകൾ അവരെ പിടിച്ചു വെച്ചു. അതായത് ഭൗതികമായ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി വാരിക്കോരി ചെലവഴിക്കുന്ന സ്വഭാവം ഉണ്ടെങ്കിലും ഒരു ദീനിന്റെ ആവശ്യമോ ഒരു പ്രശ്നമോ പറയുമ്പോ അവിടെ 100 കൂട്ടം പായേരത്തിന്റെ കണക്കുകൾ പറഞ്ഞ്, പ്രയാസങ്ങളുടെ ബുദ്ധിമുട്ടുകളുടെ കണക്കുകൾ പറഞ്ഞ് ഇതിൽ നിന്ന് ഒരു നന്മക്ക് വേണ്ടി ചെലവഴിക്കാത്ത വിധത്തില് പുറകോട്ട് പോകുന്ന ഒരു പിശുക്കൻ സ്വഭാവക്കാരായ കപടവിശ്വാസികളാണ് എന്നതാണ്. വനസുല്ലാഹ വനസിയഹും, അവർക്ക് അല്ലാഹുവിനെ മറന്നവരാണ്, അതുകൊണ്ട് അള്ളാഹു അവരെയും മറന്നവരാണ്. ഇന്നൽ മുനാഫിഖീന ഹുമുൽ ഫാസിഖൂൻ, അവർ അധർമ്മികളാണ്, തമ്മാടികളാണ്. അള്ളാഹു ഇവിടെ പറഞ്ഞെന്താ? നന്മയെ വഴിമുടക്കികളും നന്മയെ വിലക്കുന്നവരുമായിരിക്കും അവർ. പലപ്പോഴും മറ്റുള്ള ആളുകളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് കാണിക്കുന്ന ചില ചേഷ്ടകളാണിതൊക്കെ. അള്ളാഹു ഖുർആനിൽ പറയണം, തിന്മ കൽപ്പിക്കുന്നവർ, തിന്മക്ക് താങ്ങ് കൊടുക്കുന്നവർ, തിന്മ നിലനിൽക്കുക. ചില അധ്യാപകരാവട്ടെ കുട്ടികൾ എന്ത് തോന്നിയാസം ചെയ്തോട്ടെ, അതിനൊന്നൊരു പ്രശ്നമില്ല. അതൊക്കെ നമ്മള് കാലഘട്ടത്തിനനുസരിച്ച് മാറണം. അതുകൊണ്ട് കുട്ടികൾ എന്തും ചെയ്തോട്ടെ, അതിനുവേണ്ടി അതിന്റെ സംഘാടകരായി മാറുന്നത് കപടവിശ്വാസമാണ് എന്നതാണ് പരിശുദ്ധ ഖുർആൻ സൂറത്ത് തൗബയിലോട്ട് നമ്മൾ പഠിപ്പിക്കുന്നത്. അതേപോലെ തന്നെ നന്മയുടെ വഴിമുടക്കികളാവുക. നന്മ ചെയ്യാൻ കൽപ്പിക്കേണ്ട ആളാണ്, പക്ഷെ നന്മ വിരോധിക്കുന്നവരായി മാറി. ചില ആളുകളുണ്ട്, ദഅവത്ത് അല്ലാഹുവിന്റെ ദീന് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക, പക്ഷെ പറഞ്ഞു കൊടുക്കുന്ന ആളുകളെ പോലും ശത്രുക്കളായി കാണുകയും അവരെക്കുറിച്ച് അപകീർത്തിപരമായി സംസാരിക്കുകയും ജനങ്ങൾക്കിടയിൽ വെറുപ്പ് വിതറുകയും ചെയ്യുന്ന ആളുകളുണ്ട്. അള്ളാഹുവിന്റെ ദീനിനെ കൃത്യമായി ജനങ്ങളോട് പറഞ്ഞു കൊടുക്കേണ്ട ബാധ്യതപ്പെട്ടവരാണ്. വൽതകും മിൻകും ഉമ്മ യദ്ഊന ഇലൽ ഖൈർ, നന്മയിലേക്ക് വിളിക്കുന്നവരായി നിങ്ങൾ മാറണം. ജനങ്ങളോട് ഏതൊരു സമയത്തും ജനങ്ങളെ നന്മയിലേക്ക് അത് ആരും ഇഷ്ടപ്പെടില്ല. ഒരു പ്രവാചകനെയും ആരും പൂമാലയിട്ട് സ്വീകരിച്ചിട്ടില്ല, ഹർഷാരവങ്ങളോടെ വരവേറ്റിട്ടില്ല. ഈർച്ചവാളുകൾ കൊണ്ട് കീറി മുറിച്ച് ഉപദ്രവിച്ചിട്ടേ ഉള്ളൂ, അഗ്നികുണ്ഡത്തിലേക്ക് വലിച്ചെറിഞ്ഞിട്ടേ ഉള്ളൂ, പച്ചക്ക് കത്തിച്ച് കൊന്നിട്ടേ ഉള്ളൂ. പ്രവാചകൻ യഹ്യാ നബിയുടെ തലയറുത്തിട്ട് പാത്രത്തിലാക്കി അത് കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട്, കാമുകിക്ക് കാഴ്ചവെച്ചിട്ടുണ്ട് അവരെ സന്തോഷിപ്പിക്കാൻ. അമ്പിയാക്കളാരും ജനങ്ങളുടെ പൂമാലയിട്ട് സ്വീകരണം ഏറ്റുവാങ്ങിയവരല്ല. വിശ്വാസത്തിനെതിരാണ് അമ്പിയാക്കൾ സംസാരിക്കുന്നത്, സിസ്റ്റത്തിനെതിരാണ്. ജീർണത പാടില്ല എന്നാണ്. അതുകൊണ്ട് ജീർണതയെ സ്നേഹിക്കുന്നവരും തിന്മയെ സ്നേഹിക്കുന്നവരും എപ്പോഴും നന്മയുടെ ശത്രുക്കളായിരിക്കും. അതേതൊരു പ്രവാചകന്മാർക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നതാണ്. എന്നാൽ ആ പണിയെടുക്കുന്നതിന് പകരം ആ പണിയെടുക്കുന്നവരെ ആക്ഷേപവാക്കുകൾ കൊണ്ട് ഉപദ്രവിക്കുകയും ദീനിനോട് യാതൊരു സഹായ മനസ്സില്ലെന്ന് മാത്രമല്ല ആ നന്മ പ്രവർത്തനങ്ങൾക്ക് വഴിമുടക്കികളായി മാറുകയും ചെയ്യുന്നത് ഏത് പ്രസ്ഥാനത്തിന്റെയും പാർട്ടിയുടെയും താല്പര്യത്തിലാണെങ്കിലും കപടവിശ്വാസികളുടെ സ്വഭാവമാണ് എന്നത് തിരിച്ചറിയാൻ നമുക്ക് ഈ പരിശുദ്ധ ഖുർആനിന്റെ വചനത്തിലൂടെ കഴിയണം. ഉപദ്രവിക്കാതിരിക്കാനുള്ള മാനസികാവസ്ഥയെങ്കിലും നമുക്ക് പ്രബോധകന്മാരോട് വേണം.
അപകീർത്തിപരമായി യാതൊരു അപ്പുറപ്പുറം പരിശോധിക്കാതെ മുറിച്ച ക്ലിപ്പുകൾ ഇട്ടിട്ട് ഈ പ്രബോധന പ്രവർത്തനങ്ങളെ വികലമായി വക്രീകരിച്ച് അവതരിപ്പിക്കുന്ന ചില മനുഷ്യന്മാരുണ്ട്. കപടവിശ്വാസമായി മാറുന്നതിനെ പേടിക്കണം നമ്മൾ. കാരണം നന്മയുടെ വഴിമുടക്കികളും നന്മയ്ക്ക് പാടില്ല എന്ന ജനങ്ങളോട് വിളിച്ചു പറയുന്നവരും കാപട്യത്തിലാണ് എന്നതും അവർ തമ്മാടികളാണ് എന്നതും പരിശുദ്ധ ഖുർആൻ ശക്തമായ ഭാഷയിൽ നമുക്ക് പറഞ്ഞു തന്നൊരു കാര്യമാണ്. നോക്കൂ നിങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, കപടവിശ്വാസികളുടെ പ്രത്യേകത അവർ ആനുകൂല്യങ്ങൾക്ക് ജനിച്ചപ്പോൾ മുസ്ലിമായി, പക്ഷെ ജീവിതം കൊണ്ട് അവർ മുസ്ലിമാവില്ല. കാപട്യത്തിന്റെ മറ്റൊരു സ്വഭാവം ഖുർആൻ എടുത്തു പറഞ്ഞത് അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ മുസ്ലിമീങ്ങളല്ല എന്ന് പറയാൻ ധൈര്യപ്പെടില്ല, പക്ഷെ ഇസ്ലാമുമായി പുലബന്ധം പോലുമില്ലാത്ത ജീവിതമായിരിക്കും അത്തരം ആളുകൾക്ക് ഉണ്ടായിരിക്കുന്ന. ആനുകൂല്യങ്ങൾക്കും സംഭരണങ്ങൾക്കും സ്കോളർഷിപ്പിനൊക്കെ വേണ്ടിയിട്ട് ഇസ്ലാമും മുസ്ലിം പേരുകളും സ്വീകരിക്കാം. എന്നാൽ ഇസ്ലാമുമായി യാതൊരു നിരക്കുമുള്ള ഒരു ജീവിതം അവരുടെ ലൈഫിൽ കാണൂല. ജനന സമയത്ത് അതിനിങ്ങനെ ദ്വാരിക്കാൻ കുറച്ച് ആൾക്കാർ വേണം, മരണസമയത്ത് അതിങ്ങനെ കൊണ്ടുപോകാൻ കുറച്ച് ആളുകൾ വേണം. അതിനുവേണ്ടി പുരോഹിതന്മാരെയും ഉസ്താദുമാരെയും ആശ്രയിക്കുന്നവർ. അതിനപ്പുറത്ത് ജീവിതത്തിൽ വെള്ളിയാഴ്ച മാത്രം പള്ളി, പെരുന്നാളിന് മാത്രം പള്ളി, അങ്ങനെ സീസണബിൾ ആയിട്ട് ഇങ്ങനെ കാണപ്പെടും. പണ്ട് പറഞ്ഞില്ലേ, 11 മാസം കുപ്പിയും 1 മാസം തൊപ്പിയും തന്നെ റമദാൻ സ്പെഷ്യലിസ്റ്റുകളായിട്ട് ഇങ്ങനെ വരും. ഇങ്ങനെ വരുന്ന ചില ആളുകളുണ്ട്. അള്ളാഹു അവരെ കുറിച്ച് പറയണം, നിസ്കാരത്തിന് അവർ വന്നു നിന്നാൽ തന്നെ മടിയന്മാരും അലസന്മാരുമായിരിക്കുന്നു. മനസ്സൊന്നും അവരുടെ അവർ ജനങ്ങൾ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വന്നു പോകുന്നവർ മാത്രമാണ്. ഞങ്ങൾ ഇതിന്റെ ഒപ്പം എപ്പോഴെങ്കിലും ഒക്കെ ഉണ്ടെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി മാത്രം വരുന്നവരാണ്. അള്ളാഹിനെ കുറിച്ചുള്ള സ്മരണ നിലനിർത്തിയ ഒരു ജീവിതം അവരിൽ നമുക്ക് കാണാൻ സാധിക്കില്ല. നാമമാത്രമായി മാത്രം അവർ ദീനിനെ കൊണ്ട് നടക്കുന്ന ആളുകളാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ല, മരിക്കുമ്പോഴും പെണ്ണിട്ടുള്ള നേരത്തെ കാണാം ഒരു പ്രത്യേകത ദീന്. ആ സമയത്ത് ഇങ്ങനെ വരും, സീസണായിട്ട് പള്ളിയിൽ വരും, നിസ്കരിച്ചു പോകും. അപ്പൊ ആൾക്കാരിങ്ങനെ അന്വേഷിക്കുമ്പോ പറഞ്ഞു കൊടുക്കും, ആ പള്ളിയിൽ കണ്ടിട്ടുണ്ട് കുറച്ച് ദിവസമൊക്കെ ആയിട്ട്. അങ്ങനെ പെണ്ണ് കിട്ടാൻ വേണ്ടിയിട്ട് പള്ളിയിലേക്ക് വരിക. പെണ്ണ് കെട്ടുന്ന സമയത്ത് പള്ളിയെയും പള്ളിയിലുള്ള ആളുകളെയും ആശ്രയിക്കുക. അതിന്റെ അപ്പുറത്ത് കൊന്നവർക്ക് ദീനും വേണ്ട, നിസ്കാരം വേണ്ട, പള്ളിയും വേണ്ട. അള്ളാഹുവിന്റെ റസൂല് ജമാഅത്ത് നമസ്കാരത്തിന് വരാത്തവരുടെ വിഷയത്തിൽ പറഞ്ഞൊരു ഹദീസില്ലേ, ലൈസ സ്വലാത്തുൻ അസ്ഖലു അലൽ മുനാഫിഖീന മുനാഫിഖീന മുനാഫിഖീൻ, കപടവിശ്വാസികൾക്ക് ഏറ്റവും ഭാരമുള്ള നിസ്കാരം മിനൽ ഫജ്രി വൽ ഇശാ, സുബ്ഹിയും അതേപോലെ തന്നെ ഇശാ നമസ്കാരവുമാണ്. എന്താ കാരണം? അവരുടെ ആ നിസ്കാരത്തിന് അവര് വരില്ല, പള്ളിയിലുണ്ടാവില്ല. കപടവിശ്വാസവും കാപട്യവും ജീവിതത്തിൽ വന്നു പോകുന്നുവോ എന്ന് ഭയപ്പെടുന്നവർ, ഏറെ പേടിക്കേണ്ട പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസാണത്. കാപട്യം ശരിക്കും വ്യക്തവും. അത്തരം ആളുകളെ പള്ളിയിൽ കാണൂല, അവർക്ക് സുബഹി നിസ്കാരം ഉണ്ടാവില്ല. 100 കണക്കിന് വീടുകൾ ഈ പള്ളിയുടെ പരിസരത്ത് ജീവിക്കുന്നുണ്ടെങ്കിലും ഉറങ്ങിക്കിടക്കുക എന്നല്ലാതെ അള്ളാന്റെ വീട്ടിൽ വന്ന് സുജൂദ് ചെയ്യാൻ അവർ വരൂല. അങ്ങനെ ഭാരമേറിയതായി സുബഹി നമസ്കാരത്തിന് തോന്നുന്നുവെങ്കിൽ കാപട്യം വെളിപ്പെടുന്നതാണ് എന്നതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീസ്. ചില ആളുകളുണ്ട്, സൂര്യാസ്തമയം വരെ നിസ്കാരം നീട്ടും, എന്നിട്ട് ആ അസ്തമയത്തിന്റെ അവിടെ കൊണ്ടിട്ട് നമസ്കരിക്കുള്ളൂ. എന്നിട്ട് ഒരു കൊത്തലാണ്, ഒരു 4 കൊത്തൽ ഇങ്ങനെ കൊത്തിയിട്ട് എണീറ്റ് ഞാൻ അസർ നിസ്കരിച്ചെന്ന് വരുത്തി തീർക്കുന്ന നിസ്കാരക്കാരായ നിസ്കാരങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ നിസ്കാരങ്ങളെയും നിങ്ങൾ പരിചരിക്കണം, പരിചരിച്ച് നിങ്ങൾ കൊണ്ടുപോകണം എല്ലാ നിസ്കാരങ്ങളും. എന്നിട്ട് പ്രത്യേകം എടുത്തു പറഞ്ഞു, അസർ നിസ്കാരത്തെ ശരിയാം വിധം പരിചരിച്ചോ ലൈഫിൽ. കാരണം അത് അത്രമേൽ അല്ലാഹു പ്രത്യേകമായി എടുത്തു പറഞ്ഞ ഒരു നമസ്കാരത്തിന്റെ സമയമാണ്. മലക്കുകൾ ഇറങ്ങി ഡ്യൂട്ടിക്ക് ഇറങ്ങി വരുന്ന നേരമാണ്. ആ സമയത്ത് നിങ്ങളുടെ നിസ്കാരത്തെ പരിചരിച്ച് നല്ല രൂപത്തിൽ പോകണമെന്ന കൽപ്പന വന്ന നമസ്കാരമാണ് അസ്ർ നിസ്കാരമൊക്കെ. ഇതിനൊന്നും ആളുകൾ കാണപ്പെടാറില്ല, അവരുടെ ജീവിതത്തിൽ ഒരു ചിട്ട കാണപ്പെടാറില്ല. അത്തരം അവസ്ഥകൾ വന്നു പോകുന്നത് മുനാഫിക്കുകൾക്കാണ് എന്ന് പറയുമ്പോൾ ഈ രംഗത്ത് എത്രത്തോളം നമ്മൾ പേടിക്കണമെന്ന് സുഹൃത്തുക്കളെ. അതുകൊണ്ട് പടച്ച റബ്ബ് പറഞ്ഞ അവർ അല്ലാഹുവിനെ ചതിക്കണമെന്നാണ്, അള്ളാഹുവിനെ വഞ്ചിക്കുന്നവരാണ്. എന്നാലോ അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങട്ടാണ് അവരെ ചതിക്കുന്നത്. ഇന്നൽ മുനാഫിഖീന യുഖാദിഊന അല്ലാഹ വഹുവ ഖാദിഉഹും. അല്ലാഹ് അങ്ങട്ടാണ്. എന്താ ഇവര് അള്ളാഹിനെ ചതിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇവർക്ക് തന്നെ മനസ്സിലൊരു ഉറപ്പില്ല, നിസ്കരിച്ചാൽ കിട്ടുമോ, കൂലി കിട്ടുമോ,
ഞാൻ സ്വതക്ക കൊടുത്താൽ എന്റെ പൈസ പോകുമോ, പരലോകത്ത് അത് ഉണ്ടാവോ, കൊടുക്കണോ? അങ്ങനത്തെ ഒരു മനസ്സാണ്. അള്ളാഹു ഒരിക്കലും വാഗ്ദാനം ലംഘിക്കുന്നവനല്ല. തരാം എന്ന് പറഞ്ഞാൽ ഗുണീഭവിക്കുന്ന പ്രതിഫലം വാഗ്ദാനം ചെയ്തവനാണ് അള്ളാഹു. അള്ളാഹുവിന്റെ ഫളിനെ വർദ്ധിപ്പിച്ചു കൊടുത്തിട്ട് പടച്ച റബ്ബ് അനുഗ്രഹങ്ങളെ ഏറ്റി കൊടുക്കാന്ന് പറഞ്ഞു. അപ്പോഴും ഒരു പൈസ കൊടുക്കേണ്ട ഒരു സംരംഭം വരുന്ന സമയത്ത് ഇത് പോയി എന്ന് ചിന്തിക്കുന്ന മാനസികാവസ്ഥയാണ് ഇത്. അള്ളാഹുവിനോടുള്ള കൊടുക്കൽ വാങ്ങലുകളിലും നന്മകൾ ചെയ്യുന്നിടത്തും പടച്ച റബ്ബിന്റെ പ്രതിഫലത്തിൽ ആഗ്രഹിച്ച് എന്റെ റബ്ബ് എനിക്ക് തരും എന്ന് ഉറച്ചു വിശ്വസിച്ച് അള്ളാഹുവിന്റെ ആ വാഗ്ദാനത്തെ അംഗീകരിക്കുന്നതിന് പകരം പടച്ച റബ്ബിനെ പറ്റിച്ചിട്ട് ഇങ്ങനെ നടക്കുക. അതൊന്നും ഞാൻ നടത്തേണ്ടോ, എനിക്ക് അങ്ങനെ കൂലിയൊന്നും കിട്ടേണ്ടതില്ല എന്ന മാനസികാവസ്ഥ. ഇനി തരുമോ തന്നെ ഉറപ്പില്ല. ഞാനിപ്പോ കണ്ടത് മുഴുവൻ പടച്ചോട് കൊടുത്ത എനിക്ക് സ്വർഗത്തിൽ വീട് കിട്ടുമെന്നെ സംശയിച്ചു നിൽക്കുന്നവരാണെന്ന്. അത്തരം സംശയക്കാരായ മാനസികാവസ്ഥയുള്ളവർ അള്ളാഹുവിനെ പറ്റിച്ചവരാണെന്ന്. പക്ഷെ പടച്ചോൻ പറ്റിക്കപ്പെടൂല. പടച്ചോന്റെ കുതന്ത്രം അതിന്റെ മുകളിലാണെന്ന്. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയോടൊരു വിശ്വാസമുണ്ടെങ്കിൽ എന്റെ റബ്ബ് വാഗ്ദാനം ലംഘിക്കാത്തവൻ, എനിക്ക് വാഗ്ദാനം ചെയ്തത് മുഴുവൻ തരുന്നവൻ എന്ന് മനസ്സിലാക്കി നന്മയുടെ ലോകത്ത് നിറഞ്ഞു നിൽക്കേണ്ടവർ പള്ളിയിലുമില്ല, സ്വതക്കയിലുമില്ല, സൽക്കർമ്മങ്ങളിലുമില്ല, ഒരു പ്രബോധന പ്രവർത്തനങ്ങളിലും നമ്മളിൽ പലരും ഇല്ല. ഇതൊക്കെ ദീനിനെ സഹായിക്കാൻ ഒരു വിമുഖത എന്നൊക്കെ പറഞ്ഞ മാനസികാവസ്ഥ ആലോചിച്ചു. അതുകൊണ്ട് സഹോദരങ്ങളെ, കപടവിശ്വാസത്തെ ഭയപ്പെട്ടവരാണ്. ഇബ്നു അബി മുലൈക്ക റഹ്മഹുല്ലാഹ് പറയാണ്, ഞാൻ എന്റെ ജീവിതത്തിൽ 30ഓളം സ്വഹാബികളെ ഞാൻ കണ്ടു. കുല്ലുഹും യഖാഫൂന നിഫാഖ്. റസൂലുള്ളാഹിയുമായി സന്തത സഹചാരം തേടി ജീവിച്ച ആളുകളൊക്കെ കപടവിശ്വാസത്തെ പേടിച്ചവരാണെന്ന്. നമ്മളെ വിചാരം എന്താ, മീകായിലിനെക്കാളും വലിയ തഖ്വയുള്ള ആളാണ് ഞാനെന്നും വിശ്വസിച്ച് അങ്ങനെ നടക്കുക. ശരീരം കൊണ്ട് മാത്രം തഖ്വ പ്രകടിപ്പിച്ച് ഹൃദയത്തിൽ ഒരിക്കലും തഖ്വയുടെ അംശം വന്നു പോവാത്ത വിധത്തിലുള്ള ഒരു മാനസികാവസ്ഥയെ തീർച്ചയായും നമ്മൾ പേടിക്കണം. കപടവിശ്വാസം ഭീകരമായ പ്രതിസന്ധിയാണ്. അത് വന്നു പോകുന്നതിന് നമ്മൾ പേടിക്കണം. അത്തരം ആളുകളുടെ സ്വഭാവങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ മാഷാ അല്ലാഹ് നമുക്ക് കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസ രംഗത്ത് പരിശുദ്ധിയോടെ ജീവിക്കാനുള്ള തൗഫീഖ് നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സ്നേഹാദരനായ സത്യവിശ്വാസികളെ, വിശ്വാസികളെ, സർവശക്തനായ അള്ളാഹുവിന്റെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും അനുസരിച്ചും പാലിച്ചും ഓരോ കാലടിയും മുന്നോട്ട് വെക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, ഉണർത്തുകയാണ്. പരിശുദ്ധ ഇസ്ലാം കപടവിശ്വാസത്തെ നമുക്ക് മുമ്പിൽ ധാരാളമായി ഖുർആനിലൂടെ അവതരിപ്പിക്കുന്നുണ്ട്. സൂറത്തുൽ ബഖറയുടെ ആദ്യത്തെ 3 വചനം അത് സത്യവിശ്വാസികളെ കുറിച്ച്, ആദ്യത്തെ കുറച്ച് വചനങ്ങൾ സത്യവിശ്വാസികൾക്ക് വേണ്ടി പറഞ്ഞപ്പോ അവിശ്വാസികൾക്ക് വേണ്ടി 2 വചനങ്ങളെ മാത്രം പറഞ്ഞപ്പോ കപടവിശ്വാസികൾക്ക് വേണ്ടി ധാരാളക്കണക്കിന് വചനങ്ങളിലൂടെയാണ് നമ്മളെ ഉത്ഭുതരാക്കിയത്. അതെന്തിനാണെന്ന് ചോദിച്ചാൽ കപടവിശ്വാസം അത്രമേൽ വലിയ ഒരു പ്രതിസന്ധിയാണ്. കപടവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവര് വിശ്വസിച്ചാൽ വഞ്ചിക്കും, കരാറ് പറഞ്ഞാൽ ലംഘിക്കും, അതേപോലെ തന്നെ സംസാരിച്ചാൽ കളവ് പറയും എന്ന് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. ആയത്തുൽ മുനാഫിഖ് എന്ന് പറഞ്ഞിട്ട് തമ്മിൽ തെറ്റിയാൽ തെറി വിളിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും പുലഭ്യം പറയും. ഇതൊക്കെയാണ് കപടവിശ്വാസികൾ എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. പക്ഷെ അത് കർമ്മരംഗത്ത് കാണപ്പെടുന്ന കാപ്പട്യമാണ്. മനുഷ്യനെ പറ്റിച്ച് ജീവിക്കുകയാണെങ്കിൽ അത് വലിയൊരു പാപമാണ്. പക്ഷെ ഇസ്ലാം എന്ന് പുറത്തേക്ക് പോകുന്നില്ല. അതേപോലെ തന്നെ ഒരു വ്യക്തി പറഞ്ഞ വാക്ക് പാലിക്കാതിരിക്കുന്നത് ഒരു പാപമാണ്. പക്ഷെ അയാൾ ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്താണെന്ന് പറയുന്നു. അയാൾ സംസാരിക്കുമ്പോൾ നുണ പറയുന്നുണ്ട്, അത് പാപമാണ്. ഇത് കർമ്മരംഗത്ത് കാണപ്പെടുന്ന കാപ്പട്യമാണ്. പക്ഷെ വിശ്വാസ രംഗത്ത് വരുന്ന കാപ്പട്യമാണ് ഇസ്ലാമിനോട് കൂറും പ്രതിബദ്ധതയും ഇല്ലാത്തൊരവസ്ഥ. അതുകൊണ്ട് അങ്ങേയറ്റം ഈ രംഗത്ത് നൽകപ്പെട്ട ജാഗ്രതാ നിർദ്ദേശങ്ങളെ ശ്രദ്ധിക്കാനും ഗൗനിക്കാനും നമുക്ക് ഉത്തരവാദിത്തമുണ്ട് എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. മറ്റൊന്ന് ഒരു കാര്യം പറയാനുള്ളത്,
നമ്മുടെ ശംസുദ്ദീൻ ചികിത്സാ സഹായ സമിതി രൂപീകരിക്കപ്പെട്ട് ഒരു സഹോദരന്റെ വിഷയത്തിൽ ഷുഗർ ബാധിച്ച് 10-20 വർഷത്തോളമായി വൃക്കകള് കിഡ്നിയൊക്കെ തകരാറിലായിട്ട് ഉള്ളൊരവസ്ഥയാണ്. ഡയാലിസിസ് കൊണ്ട് കൂടുതൽ പരിക്ഷീണനാവുക എന്നുള്ളതല്ലാതെ ചികിത്സ വിജയിക്കുന്നില്ല. അതുകൊണ്ട് 40 ലക്ഷം ആ മനുഷ്യന് ഈ ശസ്ത്രക്രിയക്ക് വേണ്ടി വേണം, കിഡ്നി മാറ്റണം. അത് ഒരു വിഷമിക്കണ മനുഷ്യനെ സഹായിച്ചാൽ ഇസ്ലാം പറഞ്ഞത് മലമ്പാതം മുറിച്ച് കിടക്കുന്ന പുണ്യമാണ്. അതുകൊണ്ട് അതിന്റെ ഒരു ഗൗരവം തിരിച്ചറിഞ്ഞ് ഇന്നോ നാളെയോ നമ്മളെ തേടി ഇതുപോലത്തെ താങ്ങാൻ പറ്റാത്ത ദുരന്തങ്ങൾ വന്നാല് വീടും കിടപ്പാടവും നഷ്ടപ്പെട്ടു പോകും, ഒന്നുമില്ലാത്ത ഒരവസ്ഥയിലേക്ക് പരീക്ഷിക്കപ്പെടും. അതുകൊണ്ട് അള്ളാഹു നിങ്ങൾ ഭൂമിയിലുള്ള മനുഷ്യന്മാരോട് കരുണ കാണിച്ചാൽ നിങ്ങൾക്കും കാരുണ്യം തരാം എന്നത് അള്ളാന്റെ വാഗ്ദാനമാണ്. ആ വാഗ്ദാനത്തെ മനസ്സിലാക്കി വിഷമം അനുഭവിക്കുന്ന മനുഷ്യനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഒരു വലിയ ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായി നമുക്കൊരു ചികിത്സാ സമിതി അതിന്റെ സഹായം ഇന്ന് ഈ വെള്ളിയാഴ്ച നമ്മുടെ ഈ പള്ളിയിൽ വെച്ചെടുക്കുന്നുണ്ട്. അള്ളാഹു തന്നതിൽ നിന്ന് 40 ലക്ഷം രൂപയാണ് വലിയൊരു വിഹിതം ആ സാധുവിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ചെലവഴിക്കുക. പച്ചക്കരളുള്ള ഏതൊരു ജീവിക്കും നന്മ ചെയ്യുന്നത് പുണ്യമാണ്. ഒരു പട്ടിക്ക് വെള്ളം കൊടുത്തതിനാണ് സ്വർഗത്ത് കയറിക്കൊന്നുള്ള പറഞ്ഞത്. അത്ര കാരുണ്യവാനാണ്. അതുകൊണ്ടാണ് സ്വർഗം ചെരുപ്പിന്റെ വാറിനോളങ്ങളോടൊപ്പം ഉണ്ട് എന്ന് പറഞ്ഞത്. ഏത് സ്റ്റെപ്പാണ് അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടുന്നത് പറയാൻ പറ്റില്ല. അതുകൊണ്ട് അള്ളാഹു നമ്മുടെ മുമ്പിൽ ഒരു വിഷയത്തെ എത്തിക്കുമ്പോൾ പടച്ച റബ്ബ് നമ്മളെ പരീക്ഷിക്കണം, എത്രത്തോളം ഉയർന്ന് പ്രവർത്തിക്കുന്നു എന്ന്. ഇത്തരം പരീക്ഷണങ്ങളിൽ വിജയിക്കാൻ നമുക്ക് സാധിക്കണം. ആ സഹോദരന് അള്ളാഹു പൂർണ്ണമായ ശിഫാഇനെ പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മൾക്കും അള്ളാഹു ഇത്തരം പരീക്ഷണങ്ങളിൽ നിന്ന് നമ്മളെല്ലാവരെയും രക്ഷപ്പെടുത്തുമാറാവട്ടെ. അള്ളാഹുവെ, അറിഞ്ഞും അറിയാതെയും വന്നു പോകുന്ന നിരവധി പാപങ്ങളുണ്ട്. എല്ലാം ഞങ്ങളോട് നീ വിട്ടുപുറത്തു മാപ്പാക്കി നൽകണമേ അല്ലാ. ഞങ്ങളുടെ തെറ്റുകുറ്റങ്ങൾ ഞങ്ങളോട് പൊറുക്കണമേ അല്ലാ. ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ അല്ലാ. മരിച്ചു വീഴുമ്പോൾ ഈമാനും ഇഖ്ലാസും തഖ്വയുമുള്ളവരായി ഈ ലോകത്തിൽ നിന്ന് ഞങ്ങളെ കൊണ്ടുപോകണമേ അല്ലാ. പടച്ചവനെ, ഞങ്ങളുടെ സാമ്പത്തികമായ ഒരുപാട് പരാധീനതകൾ ഞങ്ങൾക്കുണ്ട്. ഞങ്ങളുടെ ഉപജീവനത്തിലും ഞങ്ങളുടെ ജോലിയിലും കൂലിയിലും നിന്റെ ബറക്കത്തും റഹ്മത്തും നീ ചൊരിഞ്ഞു നൽകണമേ അല്ലാ. ഞങ്ങളുടെ കടം നീ വീട്ടി തരണമേ അല്ലാ. അല്ലാഹുവേ, മാറാ രോഗങ്ങളിൽ നിന്നും മഹാമാരിയിൽ നിന്നും ഞങ്ങളെ രക്ഷപ്പെടുത്തണമേ അല്ലാ. താങ്ങാൻ കഴിയാത്ത പരീക്ഷണങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരവസ്ഥയില്ലാത്ത വിധം ഞങ്ങളോട് കരുണ കാണിക്കണം റഹ്മാനെ. ലോകത്തിന്റെ മുക്കുമൂലകളിൽ മുസ്ലിമീങ്ങളായതിന്റെ പേരിൽ പീഡിപ്പിക്കപ്പെടുന്ന, വാവിട്ട് കരയുന്ന, പൊട്ടിക്കരയുന്ന, കിടപ്പാടം നഷ്ടപ്പെട്ട, പട്ടിണി കിടക്കുന്ന ഒരുപാട് സാധുക്കളുണ്ട്. അവർക്ക് നിന്റെ ആകാശ ലോകത്ത് നിന്നുള്ള സഹായം നീ ഇറക്കി കൊടുക്കണമേ അല്ലാ. നിർഭയത്വമുള്ള ഒരു ഭൂമി അവർക്ക് തിരിച്ചു കൊടുക്കണമേ അല്ലാ. അവരെ ഉപദ്രവിക്കുന്നവരെ നീ അടക്കി നിർത്തണമേ അല്ലാ. അവരുടെ കുതന്ത്രങ്ങളെ മുഴുവൻ നീ പരാജയപ്പെടുത്തണമേ അല്ലാ. അള്ളാഹുവെ, ഭാരതത്തിന്റെ ഇന്ത്യയുടെ മണ്ണിൽ നിന്ന് മുസ്ലിം സമൂഹത്തെ തുടച്ചു നീക്കാനുള്ള ശ്രമങ്ങളും കരുനിയമങ്ങളും ആവിഷ്കരിക്കപ്പെടുമ്പോൾ പടച്ചവനെ, ഞങ്ങൾക്ക് നിർഭയത്വമുള്ള ഒരു മണ്ണ് നിലനിർത്തിക്കൊണ്ട് അല്ലാ എല്ലാ കുതന്ത്രങ്ങളെയും നീ പരാജയപ്പെടുത്തണമേ അല്ലാ. ഈ SIR രേഖകളുമായി ബന്ധപ്പെട്ട് പ്രത്യേകം ഓർമ്മപ്പെടുത്താൻ അത് മുഴുവൻ പൂരിപ്പിച്ച് തെറ്റില്ലാത്ത വിധം സമയബന്ധിതമായി അത് പൂർത്തീകരിച്ച് എത്രയും പെട്ടെന്ന് നൽകാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷണങ്ങളിൽ നിന്ന് നമ്മെ എല്ലാവരെയും രക്ഷിക്കുമാറാവട്ടെ. അല്ലാഹുവേ, ഒരു വിഭാഗം സ്വർഗത്തിലേക്ക് പോകുമ്പോൾ മറ്റൊരു വിഭാഗം നരകത്തിലേക്ക് പോകുമ്പോൾ സ്വർഗ പൂങ്കാവനത്തിലേക്ക് പോകുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ അല്ലാ. കത്തിയാളുന്ന നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണമേ അല്ലാ. മരണാനന്തര ജീവിതത്തിൽ രക്ഷയും ശാന്തിയും സമാധാനവും പ്രദാനം ചെയ്യണമേ അല്ലാ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. ربنا تقبل منا دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين.